ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫോർഹെഡിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷനെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയെന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഫോർഹെഡിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഒരുപാട് റീസൺസ് കാരണം വരാം. ഒന്നെന്ന് വെച്ചാൽ സഡൻ ആയിട്ട് വരാം, അതല്ലെങ്കിൽ പതുക്കെ പതുക്കെ വരാം. പതുക്കെ പതുക്കെ വരുന്നതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ആണ്. അതായത് എന്തെങ്കിലും സാധനങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരയ്ക്കല്. അപ്പൊ ഒന്നുകിൽ നമ്മുടെ ഫോർഹെഡ് നമ്മൾ അറിയാണ്ട് ഒരുപാട് പ്രാവശ്യം റബ്ബ് ചെയ്യുന്നത് കൊണ്ട് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്ന ആൾക്കാരല്ലേ, അത് കാരണം. അതല്ലെങ്കിൽ ഹെൽമെറ്റ് ഹാറ്റ്സ് ഒക്കെ വെക്കുന്നത് കൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫേസ് സ്ക്രബ് ചെയ്യത്തില്ല എക്സ്പോളിയേഷൻ ഉണ്ട്, അത് കാരണം നമുക്ക് ഈ ഒരു ട്രോമ കാരണം, ഈ ഫ്രിക്ഷൻ ട്രോമ കാരണം നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. ഇത് പതുക്കെ പതുക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ മെലാസ്മ. മെലാസ്മ എന്ന് വെച്ചാൽ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന സാധനമാണ്. മാത്രമല്ല ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മൾ കറക്റ്റ് കാണാൻ നമ്മുടെ ഐബ്രോ ഇല്ല, ഐബ്രോയുടെ തൊട്ട് മുകളിലായിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ നോസിലോ ചീക്സിലോ ഒക്കെ ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. ഇത് കൂടുതലായിട്ടും മെലാസ്മ വരുന്നത് സ്ത്രീകൾക്കാണ്, അതും ഹോർമോൺ റിലേറ്റഡ് മെനോപാസിനൊക്കെ ശേഷമായിരിക്കും ഇത് വരുന്നത്. പിന്നെ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് മെലാസ്മ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത മൂന്നാമത്തെ റീസൺ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. ഇവിടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഒരു തിക്നെസ്സും വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിന്റെ റെസിസ്റ്റൻസ് കൂടുന്നത്, അതായത് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ഇൻസുലിന്റെ അളവ് കൂടുന്നത് കാരണമാണ് നമുക്ക് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. ഇത് ഇൻക്രീസ്ഡ് ബോഡി വെയിറ്റ് കാരണം, അതല്ലെങ്കിൽ ഷുഗർ ഇൻടേക്ക് കൂടുന്ന കാരണമൊക്കെയാണ് വരുന്നത്. നമുക്ക് എവിടെയൊക്കെയാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഫോർഹെഡ്സിൽ വരും, പിന്നെ നമ്മുടെ ബ്രസ്റ്റിന്റെ അണ്ടറിൽ, നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിൽ, നമ്മുടെ അണ്ടർആമിന്റെ അവിടെ, കൈ ഇടുക്കുകളിൽ, നെക്കിന്റെ ബാക്കിൽ, ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്ന ചാൻസ്. അടുത്ത നാലാമത്തെ കണ്ടീഷൻസ് ആണ് മാക്കുലർ അമൈലോയിഡോസിസ്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇതൊരു ജനറ്റിക് കണ്ടീഷൻ ആണ്. ഇത് നമ്മുടെ അപ്പർ ബോഡിയിൽ ആണ് ഈ ഒരു പിഗ്മെന്റേഷൻ കാണപ്പെടുന്നത്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് രണ്ട് ലെയർ ഉണ്ടല്ലോ, എപ്പിഡെർമിസും ഡെർമിസും. ഇതിന് രണ്ടിന്റെ ഇടയിൽ അമൈലോയിഡോസിസ്, അതായത് നമ്മുടെ പ്രോട്ടീൻ ഡിപ്പോസിറ്റ് വരും. അബ്നോർമൽ ആയിട്ട് ടിഷ്യൂസിലും ഓർഗൻസിലും ഒക്കെ ഈ ഒരു ഡിപ്പോസിഷൻ വരും. പക്ഷെ നമ്മുടെ സ്കിന്നിന്റെ അണ്ടറിൽ വരുന്നതുകൊണ്ടാണ് ഇതിന് MA എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ കാരണം നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ വരാം. പക്ഷെ ഇത് ജനറ്റിക്കലി ആയതുകൊണ്ടും ഇതിന്റെ റീസൺസ് കംപ്ലീറ്റ്ലി അറിഞ്ഞുകൂടാത്തതുകൊണ്ടും കംപ്ലീറ്റ്ലി ഇത് ക്യൂർ ചെയ്യാനുള്ള കുറച്ച് പാടാണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഒരു ഭാഗങ്ങളിൽ ഒരുപാട് ചൊറിച്ചിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് ഫ്രിക്ഷനും കൂടെ വരും, ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ കൂടും. ഇത്രയാണ് സ്ലോ ആയിട്ട് വരുന്ന കാരണങ്ങൾ നമ്മുടെ ഫോർഹെഡിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ. ഇനി സഡൻ ആയിട്ട് വരുന്നതിന്റെ ഒന്നെന്ന് വെച്ചാൽ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻസോ അതല്ലെങ്കിൽ മുറിവോ ഒക്കെ വരുന്നത് കാരണം നമുക്ക് അവിടെ ഒരു പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് വെച്ചാൽ ടാനിങ്. ടാനിങ് എന്ന് വെച്ചാൽ നമ്മുടെ സൺ ഡാമേജ് കാരണം അവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഫോർഹെഡില് അതുപോലെ മൂക്കിന്റെ അവിടെയൊക്കെ ഒരു പിഗ്മെന്റേഷൻ ടാനിങ് വരും. അത് കാരണം പെട്ടെന്ന് വരുന്ന ഈ രണ്ട് ഭാഗങ്ങൾ, കാരണം പ്രോമിനന്റ് ആയിട്ട് പുറത്തോട്ടിരിക്കുന്ന സ്ഥലങ്ങളല്ലേ, അപ്പൊ അത് കാരണം അവിടെ നമുക്ക് പെട്ടെന്ന് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. പിന്നെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ അവിടെ വരുന്ന വേറൊരു കണ്ടീഷനാണ് നമ്മൾക്ക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്. അതായത് ഫസ്റ്റ് റീസൺ എന്ന് വെച്ചാൽ ഹെയർ ഡൈ കാരണം. അതായത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഹെയർ ഡൈ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോർഹെഡ്സില്, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന്റെ ബാക്കില്, അതല്ലെങ്കിൽ നെക്കിന്റെ ബാക്കിൽ, ചെവിയുടെ ബാക്കിലൊക്കെ ഒരു ടൈപ്പ് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. അപ്പൊ ഇത് നിങ്ങൾ ഹെയർ ഡൈ കാരണമാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഹെയർ ഓയിൽ കാരണം നമുക്ക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വരും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഹെയർ ഓയിൽ വാങ്ങിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ്, പെപ്പർമിന്റ് പോലെയുള്ള എസെൻഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റീസൺ കാരണം നമുക്ക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വരും. ഫസ്റ്റ് നിങ്ങൾ ഇതിനകത്ത് ഏതാണ് കോസ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ട്രീറ്റ്മെന്റിലോട്ട് പോകാൻ. കാരണം കോസ് അറിയാതെ നമ്മൾ ഇതിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടാണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ റീസൺ അത് ഫസ്റ്റ് കണ്ടുപിടിക്കാം. ഇനി നമ്മുടെ ഫോർഹെഡിൽ വരുന്ന ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് MA, അതായത് മാക്കുലർ അമൈലോയിഡോസിസ് പോലെയുള്ള കണ്ടീഷനാണ്, ഇത് ജനറ്റിക് ആണ്. അപ്പൊ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഹൈപ്പർ പിഗ്മെന്റേഷനോ ഒന്നും ഉണ്ടായിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷന് ചാൻസ് ഇല്ല. സ്കിൻ ഓഫ് കളറിൽ അണ്ടറിൽ വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. നമ്മുടെ സൈൻ ഓഫ് ഏജിങ് ഫസ്റ്റ് വരുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും നിങ്ങൾ സൺസ്ക്രീൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള റെഗുലർ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത രണ്ടാമത്തെ ഓവർ എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒരുപാട് നേരം സണ്ണിന്റെ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ഷെയ്ഡ്സ് യൂസ് ചെയ്യുക. അതായത് കൊട, അതുപോലെ തന്നെ
കണ്ണാടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് ക്യാപ്പ് യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കുഷനിങ് എഫക്റ്റ് ഉള്ള ക്യാപ്പുകൾ യൂസ് ചെയ്യുക. സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്ത് യൂസ് ചെയ്യാം. ക്യാപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നിങ്ങൾക്ക് അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് ആണ് ഇല്ലാതെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ വെയിറ്റ് അണ്ടർ കൺട്രോളിൽ വെക്കുക, അതിന് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴാണോ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫോർഹെഡിൽ ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട് എന്നുള്ളത്, അപ്പൊ തന്നെ നിങ്ങൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സൺസ്ക്രീൻ എങ്കിൽ സൺസ്ക്രീൻ, അതല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം ഈ ഒരു പിഗ്മെന്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ സ്ക്രബിങ് അവോയ്ഡ് ചെയ്യുക. എന്ത് ടൈപ്പ് ഫേസ് സ്ക്രബ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഫ്രിക്ഷൻ കൊടുക്കുന്നു, ഇത് ഇന്റൻസിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രോമ സ്കിന്നിന് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ട് ഹെഡ് ബാൻഡ്സ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നതെന്ന് വെച്ചാൽ സ്പോർട്സ്മാൻസ് ചെയ്യും. പിന്നെ നമ്മൾ ഗേൾസ് നമ്മൾ ഇപ്പൊ അധികം ഹെയർ ബാൻഡ്സ് യൂസ് ചെയ്യാറില്ലെങ്കിലും ചില ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളിപ്പം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം അമ്മമാരോ ആന്റിമാരോ അല്ലെങ്കിൽ അങ്കിളുമാരോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ തോർത്ത് ഒരുപാട് നേരം തലയിൽ കെട്ടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്നും അവോയ്ഡ്. പുറത്ത് നമ്മളിപ്പം വീട്ടിൽ തൂക്കാനൊക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ തോർത്ത് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടത്തില്ലേ, ഈ ടൈറ്റ് ചെയ്ത് കെട്ടുന്നത് പോലും നമ്മുടെ ഫോർഹെഡിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ടവൽസോ അതൊക്കെ വെച്ചിട്ട് ഫേസ് ഒരുപാട് നേരം ഇങ്ങനെ തുടയ്ക്കുന്ന ശീലം ഉണ്ടെങ്കിൽ, അതായത് ഞാൻ സാധാരണ ഡാബിങ് അല്ല ഉദ്ദേശിക്കുന്നത്, തോർത്തൊക്കെ ഇട്ട് നന്നായിട്ട് തുടയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ വീട്ടിൽ തന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ ട്രോമ വരുമ്പോൾ ഇത് ഹൈപ്പർ പിഗ്മെന്റേഷൻസ് കൂട്ടാനായിട്ട് റീസണാണ്. അടുത്തത് ഹാർഷ് ആയിട്ടുള്ള ഹോം റെമഡീസ് അവോയ്ഡ് ചെയ്യുക. ഹാർഷും ഹോം റെമഡിയും എല്ലാവർക്കും ഒരുപോലെ ഇരിക്കണം. ഞാൻ പറയാം ഹോം റെമഡി എങ്ങനെ ഹാർഷ് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ കോഫി സ്ക്രബുകൾ, അതല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ സ്കിൻ ഡ്രൈനെസ്സും സ്കിന്നിൽ നമ്മൾ ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യും, അതൊക്കെ ഒരുപാട് ഡ്രൈനെസ് കൂട്ടും. മാത്രമല്ല നമ്മളിപ്പോ ലെമൺ ജ്യൂസ് അത് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ, ആസിഡിക് നേച്ചർ കൂടിയ സാധനങ്ങളൊക്കെ നമ്മൾ ഫേസിലിടുമ്പോൾ, സോഡാപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഫേസിലിടുമ്പോൾ സ്കിന്നിന് ഇറിറ്റേഷൻ വരും. ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. ഇറിറ്റേഷൻ വന്നാൽ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. അപ്പൊ ഓൾറെഡി പിഗ്മെന്റേഷൻ ഉള്ള സ്ഥലത്ത് വീണ്ടും നിങ്ങൾ പിഗ്മെന്റേഷൻ കൊടുക്കണം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രിവെന്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഏതാണോ കോസ് അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് ആണെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഹെയർ ഡൈ കാരണമാണ് നിങ്ങൾക്ക് ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ PPD ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഹെയർ ഓയിൽസ്, പ്രത്യേകിച്ച് മസ്റ്റാർഡ് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഹെയർ അല്ല ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നതെങ്കിൽ നമ്മൾ ഹെയർ ഓയിൽസും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഹെയർ ഓയിൽസ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ശരിയാകും? കാരണം നമ്മുടെ കേരള കൾച്ചറിൽ ഹെയർ ഓയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഹെയർ സിറംസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച്. കാരണം ഇപ്പൊ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഡ്രൈനെസ് മാറ്റാനുള്ള സിറം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഹെയർ സിറംസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുക. കാരണം നമുക്ക് രണ്ട് കാരണങ്ങൾ ഒഴിവാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ഇനി എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാം? പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ടൈപ്പ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിൽ ഞാൻ ഹോം ട്രീറ്റ്മെന്റ് മാത്രം, ഹോമിൽ നമുക്ക് വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഒരുപാട് ഇൻക്ലിനിക് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, കെമിക്കൽ പീൽ അങ്ങനത്തെ സാധനങ്ങൾ, ഹൈ ലെവൽ കെമിക്കൽ പീൽസുകൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് തന്നെ മനസ്സിലാക്കണം. ഇനി നമുക്ക് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. വീട്ടിൽ ചെയ്യുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന നമ്മുടെ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻസ് ആണ്. ഇതിനകത്ത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, ട്രാനെക്സാമിക് ആസിഡ്, പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ നിയാസിനമൈഡ് വേണമെങ്കിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു പരിധി സ്റ്റാർട്ടിംഗ് ലെവലൊക്കെ ആണെങ്കിൽ നമുക്കത് മാറ്റാനായിട്ട് നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. നിയാസിനമൈഡും ആൽഫ ആർബിറ്റിനും കൂടെ ആണെങ്കിൽ നമുക്ക് സഡനായിട്ട് ഉണ്ടാവുന്ന ടാനിങ് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ HDHA കെമിക്കൽ പീൽസ് ഒരു 20 ഏജ് എബോ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
അതിലെ 20-25 മിഡിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് AHA BHA ടോണേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കോജിക് ആസിഡ് ഇൻ ജനറൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന എപ്പോഴൊക്കെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെലാസ്മ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോജിക് ആസിഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ല നിങ്ങൾക്ക് ഹെയർ ഡൈ ബേസ് ചെയ്തിട്ടൊക്കെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൽഫ ആർബിറ്റിനോ അതല്ലെങ്കിൽ ട്രാൻഎക്സാമിക് ആസിഡോ മിക്സ് ചെയ്തിട്ടുള്ള സെറംസ് യൂസ് ചെയ്യാം. നമ്മൾ ഫോക്സ്റ്റൈലില് അതുപോലെ മിനിമലിസ്റ്റിലും ഒക്കെ അങ്ങനത്തെ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനത്തെ യൂസ് ചെയ്യാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ വീക്ക്ലി വൺസോ ടോയ്സോ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഗ്ലൈക്കോളിക് ആസിഡ് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ മെലാസ്മയെ പറ്റി ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ ബാക്കി അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് കോജിക് ആസിഡോ അതല്ലെങ്കിൽ ആൽഫ ആർബിറ്റിനോ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താൽ ട്രാൻഎക്സാമിക് ആസിഡ് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിന്റെ റിസൾട്ട് കിട്ടും. അതിനെപ്പറ്റി ഓരോ ഇൻഗ്രീഡിയൻസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഈ വീഡിയോയിൽ പല പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാനും മറക്കണ്ട. ഇനി കുറച്ച് കോജിക് ആസിഡ് സിറത്തിന്റെ റെക്കമെൻഡേഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡെർമക്കോയിൽ ഉണ്ട് കോജിക് ആസിഡ് സിറം. അതുപോലെ തന്നെ ഡെർമക്കോയിൽ 2% കോജിക് ആസിഡ് ക്രീം അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ 3% കോജിക് ആസിഡ് ജെല്ലും ഉണ്ട്. പിന്നെ നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിൽ കേസറൻ കോജിക് ആസിഡ് സെറം ഉണ്ട്. അതുപോലെ തന്നെ ക്രീമും ഉണ്ട്. അതിൽ നമ്മൾ ഡെർമാറ്റൈസിലുണ്ട് കോജിക് ആസിഡ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെറം നിങ്ങൾക്ക് മെലാസ്മയോ അക്കാന്തോസിസ് നൈഗ്രിക്കൻസും ഒക്കെ ആണെങ്കിൽ യൂസ് ചെയ്താൽ, അതുപോലെ തന്നെ MA ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോജിക് ആസിഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആൽഫ ആർബിറ്റിൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട് ആൽഫ ആർബിറ്റിൻ. അതുപോലെ തന്നെ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിലുണ്ട് ആൽഫ ആർബിറ്റിന്റെ സെറംസ്. പിന്നെ നിങ്ങൾക്ക് ട്രാൻഎക്സാമിക് ആസിഡ് ആണ് വേണ്ടെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട്, ഫോക്സ്റ്റൈലിലുണ്ട്, കെമിസ്റ്റ് കമ്പനിയിൽ നമുക്ക് ട്രാൻഎക്സാമിക് ആസിഡിന്റെ സിറംസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫിക്സ്ഡെർമയിലുണ്ട് ട്രാൻഎക്സാമിക് ആസിഡിന്റെ സിറം. ഇത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്, നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെർമക്കോയിലുണ്ട്. ഇതിനകത്ത് ട്രാൻഎക്സാമിക് ആസിഡ് ഉണ്ട്, അസലിക് ആസിഡ് ഉണ്ട്. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ആണ് വേണ്ടെങ്കിൽ അതിന്റെ സിറത്തിന്റെ ഫോമിലാണെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിൽ ഗ്ലൈക്കോളിക് ആസിഡ് സിറം വേണം ഉണ്ട്. അതല്ല ടോണേഴ്സിന്റെ ഫോമിലാണെങ്കിൽ നമ്മൾ ദ ഓർഡിനറിയിലും മിനിമലിസ്റ്റിലും നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിന്റെ കൂടെ തന്നെ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ഹെൽമെറ്റോ ക്യാപ്പോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസേഷനും സൺസ്ക്രീനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. പിന്നെ ഹെയർ ഡൈ കാണുന്നതാണെങ്കിൽ ഹെയർ ഡൈയും ഹെയർ ഓയിൽസും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം. പിന്നെ DIY സ്കിൻ കെയർ തൽക്കാലത്തേക്ക് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോർഹെഡ് ഹൈപ്പർ പിഗ്മെന്റേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.